എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖക്കല്ലേ? അപ്പൊ നമ്മള് കൊച്ചിയിലാണ്. കൊച്ചിയില് ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ രാത്രി എന്നിട്ട് പറയാം നമുക്ക് വീട് മാറി കിടന്നൊരു പ്രശ്നം ഉണ്ടായി. കിടന്ന് ഉറക്കം ശരിയാവണുണ്ടായില്ല. എന്ത് ചെയ്താ എന്റെ ആള് നല്ല സുഖമായി. അതന്നെ, എന്റെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. പിന്നെ എന്നിട്ട് പറയാൻ പറഞ്ഞ അപ്പൊ ഇന്ന് നമ്മള് ചേട്ടന്റെ ഫ്ലാറ്റ് കാണിച്ചു തരാട്ടാ. ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ നിങ്ങളെ. അളിയൻ ഫ്ലാറ്റ് കണ്ടിട്ടല്ലോ തോന്നുന്നു. അളിയന ഫാമിലിക്ക് നല്ല സുഖസുന്ദരായിട്ട് എന്താ പറയാ, സുഖസുന്ദരായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട് സംഭവം. നമുക്ക് ഫ്ലാറ്റ് ഞാനിപ്പോ കാണിച്ചു തരാട്ടാ. എങ്ങനെയാണ് ഫ്ലാറ്റിന്റെ ഉള്ളില് റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല വൃത്തി കേടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ പറ്റുന്ന രീതി, അതായത് നമ്മളെ എവിടെ പോയാലും അവര് അറേഞ്ച് ചെയ്ത് വെക്കും. വേറൊരു രൂപത്തിലേക്ക് ആക്കും നമ്മള് വീടിന്റെ ഇത് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു നമ്മള്. അപ്പൊ നമുക്ക് ഫ്ലാറ്റ് കാണാം. ഫ്ലാറ്റ് കണ്ടിട്ട് എന്താണ് ഫ്ലാറ്റിലുള്ളതെന്ന് തലമുട്ടി ഫ്ലാറ്റ് കാണാം. ഓക്കെ, ഫ്ലാറ്റ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റേജ് മോളാണ്. സ്റ്റേജ് മോള് കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അറിയാം എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ആ പൊട്ടത്തരങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. ഫ്രണ്ടിലെ ചെരുപ്പിടണ്ടേ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതാട്ടത്. ഇതെങ്ങനെ നമുക്ക് ചെരുപ്പൊക്കെ അടങ്ങി ഒതുങ്ങി കിടന്നോളും. അലങ്കോലെ കിടക്കില്ല. പക്ഷെ നമ്മുടെ പിള്ളേരെ ചെരുപ്പുകളിൽ മാത്രം അവിടെയും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാതിൽ തുറക്കാട്ടാ. വാതിൽ തുറക്കുമ്പോ ചിലപ്പോ അബ്രു അകത്തിരിക്കണ്ടാവും, എല്ലാം കണ്ട് കരയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ തുറക്കുമ്പോ തന്നെ ഒരു വിസിറ്റിംഗ് ഏരിയ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. സോഫ ഉണ്ട്. 2 പേർക്ക്, എത്ര പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം, കിടക്കാം, വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് കിടക്കുന്നു കളിക്കണമെങ്കിൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിന് പറയാ കാർപ്പറ്റ് ഉണ്ട്. പിന്നെ ചെടിയുണ്ട്. ഇത് കാണുമ്പോൾ ഒറിജിനലാന്ന് വിചാരിക്കും. പ്ലാസ്റ്റിക് ഉണ്ട്. ചെടിയുടെ പ്ലാസ്റ്റിക് ഒറിജിനൽ അല്ലേ? ഇത് പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ ഇതിട്ടറിയോട്ട് വാൾപേപ്പർ അതെനിക്ക് തോന്നുന്നു സംഭവം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചുമരുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ്. ഇത് മറ്റേ കറണ്ടിന്റെ ഇല്ലേ? അതെ പറഞ്ഞ കറക്റ്റ് എനിക്ക് അറിയില്ലേ സാധനങ്ങൾ. ഞാൻ പറയുമ്പോൾ ചിലപ്പോ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും. പിന്നെ ഫോട്ടോ ഫ്രെയിംസ്. പിന്നെ ഇതിനുള്ളത് ഇവിടെ ടി വി ആണെങ്കിൽ ഇത് എത്ര ഇഞ്ചിന്റെ ടി വി ആണെന്ന് പറയാൻ പറ്റും നിനക്ക്? ഇത് 52 എത്രയാ? 65 ഇഞ്ചിന്റെ ടി വി ഉണ്ട്. ഇവിടെ പിന്നെ സ്റ്റോറേജിനും ഏരിയ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ റിമോട്ട് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഒരു ക്ലോക്ക് സമയം നോക്കണമെങ്കിൽ ക്ലോക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കണമെങ്കിൽ രൂപം പ്രാർത്ഥിക്കാനുള്ള ഏരിയക്ക് ഇത് നമുക്ക് ഇത് വരും കേട്ടോ. ഇത് ചെറിയ ബോട്ടിൽസിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാറാണ്. ട്രോഫി അതന്നെ വേൾഡ് ഗ്രേറ്റസ്റ്റ് ബ്രോ. പിന്നെ ഇത് ഇങ്ങനെ ബാഗാണ്. പിന്നെ ഇതും പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കും പിന്നെ ഇതിനെന്താ പറയാ, പൂജ. പിന്നെ ഇരിക്കണെങ്കിലേ ഇതാദവും ആ ഹസിയും കൂടി ഇത്ര നേരം തള്ളി കളിക്കായിരുന്നു. ഇവിടെ ഇരിക്കണെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. അതല്ല, ഇതുകൊണ്ട് ഉന്തലെങ്കിൽ ഉന്താം. ഇവരുടെ കളി ഉന്തലായിരുന്നു ഇത് കൊറേ നേരമായിട്ട്. നമുക്ക് ചെയ്യണ പോണേ നമുക്കറിയണ് അബ്രു. പിന്നെ മറ്റേ ഇതിനെന്തിട്ട് പറയാ, ഇത് സ്റ്റെപ്പ് ലാഡർ. ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതന്നെ, ഇങ്ങനത്തെ സാധനം ഇവിടെ ഉണ്ട്. ഇതും മറ്റേ പ്ലാസ്റ്റിക് തന്നെയാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ മൊത്തത്തിലൊരു കാണുമ്പോ നല്ല
വെൽ അറേഞ്ച്ഡാണ്. കുറച്ചേരം നീ റെസ്റ്റ് എടുക്കാം, കൊച്ചിനൊരു ആശ്വാസമാവട്ടെ എന്ന് വെച്ച് 2 മിനിറ്റ് കൂടി ഇരുന്നതാ കേട്ടാ. പിന്നെ ഇവിടെ വേറെ സാധനം കൂടി കിട്ടും, മറ്റേ വൈഫൈയുടെ കണക്ഷൻ ഉണ്ട് കേട്ടോ. നെറ്റ് അവൈലബിൾ ആണ് 24 hours. ചെടി പറഞ്ഞില്ല, ഇവിടെ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു ഓൾറെഡി. ഞാൻ അവനെ കൈ പിടിച്ച അവനെടുത്ത അവള് സത്യവാനായപ്പോ നേരെ അമ്മച്ചിയോട് ഞാൻ പ്ലാസ്റ്റിക് പറഞ്ഞിട്ട് അമ്മച്ചി പറയുന്നത് നമ്മളെവിടെ വരെ എത്തിണ്ടായി. നമ്മളിതൊക്കെ കഴിഞ്ഞു. ഇത് മറ്റേ ഇതെണ്ടാ കീ ഒക്കെ ഇടാനുള്ളത് കേട്ടാ. ഇങ്ങനത്തെ സാധനം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് നല്ലതാണ്. കീ ബോക്സ് കീ എടുത്ത് വെച്ചില്ലെങ്കിലേ പിള്ളേര് കീ എടുത്തിടക്ക് എടുത്ത് കളിക്കും. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഇത് നല്ലതാ. ഓരോ കീ ഓരോ റൂമിലേക്ക് ഇങ്ങനെ ഇടും, നല്ലതല്ല. പിന്നെ കൈ കഴുകാൻ വാഷിംഗ് ഏരിയ. അബ്രു നോക്കിയതാ, ഇവിടെ ഒരു ലൈറ്റ് കൂടി ഇട്ടാ. ഈ ലൈറ്റ് കത്തിച്ചിട്ടില്ല, ആ ലൈറ്റ് നമ്മൾ കത്തിച്ചിട്ടില്ല. സ്വിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല, അതുകൊണ്ട് അറിയുന്ന ലൈറ്റുകൾ കത്തിച്ചു, ബാക്കി ലൈറ്റുകൾ കത്തിയിട്ടില്ല. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു വിൻഡോ ഉണ്ട്, അതുപോലെ തന്നെ കർട്ടൻ. നമ്മുടെ വീട്ടിലെ പോലെ തന്നെ കർട്ടൻ ഉണ്ട്. ഈ കർട്ടൻ എന്തിനാ പറയാൻ അറിയില്ലല്ലോ, ബ്ലൈൻഡ് കർട്ടൻസ്. ഈ സാധനം നമ്മുടെ വീട്ടില് മുകളിൽ കയറ്റി വെക്കാറ്, കാരണം ഇവര് പിടിച്ചു വലിക്കുന്നത്. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. പിള്ളേർക്ക് അത്ര എത്തില്ലായിരിക്കും, പിന്നെ എത്തും. പിന്നെ ഇവിടുത്തെ കസേരക്ക് ഏണിയമ്മ കയറി ഫോണിയമ്മ കയറണ പോലെ കയറണം. ഇതിപ്പോ പഠിച്ച് കയറുന്നില്ല, ഞാൻ കൊച്ചുണ്ട്, കാരണം ഇതിന്റെ ജീവനിൽ എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇതിപ്പോ പിടിച്ച് കയറുന്നില്ല കേട്ടാ. പക്ഷെ ഈ കസേര നല്ലതാ. അതോ ഹസി വന്നപ്പോഴെങ്കിൽ ഇതുമ്മ സിറ്റിംഗ് ആയിരുന്നു, കയറി ഇരിക്കാൻ സുഖ. ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ കൊള്ളി വറുത്ത് ഒരു പാക്കറ്റ് ഇവിടെ വെച്ചിട്ട് അതെടുത്ത് തിന്നലായിരുന്നു. ലാസ്റ്റ് കൊള്ളി പാക്കറ്റ് മാറ്റി വെക്കായിരുന്നു. ഇതാണ് ഓപ്പൺ കിച്ചണാണ് ഇവിടെ. പിന്നെ ഇവിടെ ലൈറ്റുകളൊക്കെ അടിപൊളിയായിട്ടാ. അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ എന്തോ ഈ സാധനത്തിനോട് പറയാൻ എനിക്കറിയില്ല. ഇതിപ്പോ കെട്ടി തൂക്കി ഒരു കയറിട്ടുണ്ട്, കയറുമ്പോ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാനും ഇതൊക്കെ നല്ലത്. കൗണ്ടർ ടോപ്പ് അങ്ങനെ പറയാത്. അവള് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിന്റെ പേരെന്തറിയില്ല. പിന്നെന്താണ്, പിന്നെ ഇവിടുത്തെ പാത്രം കൗണ്ടർ ടോപ്പ് എന്തിന്റെ ടൈലാണോ? അങ്ങനെയൊക്കെ പറയ്, അങ്ങനെ പറയാറ് ഞാനല്ലേ പറഞ്ഞ് പഠിക്കണം. പിന്നെ നമ്മുടെ കറികളൊന്നും മേടിച്ചു കൊടുത്താൻ. രാവിലെ ടിന്നിമോൾ ഉണ്ടാക്കിയ മുദ്ര, ചോറ്, പിന്നെ ഇത് കഞ്ഞിയല്ലേ. ഇതൊക്കെ നമ്മുടെ ഹോം ടൂറിൽ പെട്ടതാണ്, കാരണം നമ്മളെ 3 പിള്ളേരും നമ്മളുള്ളതുകൊണ്ട്. കിച്ചണിലെ സ്റ്റോറേജിന് കൊറേ ഏരിയ ഉണ്ട് കേട്ടാ. കൊറേ കബോർഡുകളുണ്ട്. ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് പറക്കി വെച്ചിട്ട്. ഇഞ്ചി, പച്ചമുളക്, സബോളൊക്കെ ഉണ്ട്. പച്ചമുളക് ഇല്ല, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ചാക്കിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ ഇട്ടേക്കണ. ഈ സ്പേസിന്റെ ഉള്ളിൽ വാഷിംഗ് മെഷീൻ ഒതുങ്ങി. ഡ്രസ്സ് കഴുകണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി പറയണ്ടോ അമ്മച്ചി കൂടെ കുറച്ചുകൂടി പൊട്ടത്തിറങ്ങി കൂടും. പിന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റ് പിന്നെ ഉണ്ട്. ഇവിടത്തെ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചിരണം. ഇവിടത്തെ വേസ്റ്റ് ഒക്കെ നമുക്ക് പിന്നെ കൊണ്ടുകളുണ്ട്, പുറത്ത് വെച്ചാൽ മതി, ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. പിന്നെ അതിന് പൈസ കൊടുക്കേണ്ടി വരിക്കും. പിന്നെ ഉള്ളത് പാത്രങ്ങൾ കഴുകണമെങ്കിൽ വാഷ് ബേസൻ, വാഷ്. പിന്നെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ. അടുക്കളയിൽ പാത്രം കഴുകി അല്ല, കഴുകി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് താഴ്ത്തിക്ക് പോയിക്കോളും. എനിക്കറിയാം. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ജനല. ഇവിടെയും അങ്ങനത്തെ ഒരു കർട്ടൻ തന്നെ ഇട്ടേക്കണേ, ബ്ലൈൻഡ്സിന്റെ കർട്ടൻ. പിന്നെ മറ്റേ ബ്ലൈൻഡ്സ്. പിന്നെ സാധനങ്ങൾ തൂക്കിയിരുന്നെങ്കിൽ കത്രിക, മറ്റേ കയ്യില്
അതൊക്കെ തൂക്കിയിടാം. പിന്നെ കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ 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 വെക്കാം. പിന്നെ ഇവിടെയും വളരെ ചിരിക്കണേ. പിന്നെ ഇവിടെ കബോർഡ് ഉണ്ട് കേട്ടാ. ഇവിടത്തെ കബോർഡ് എങ്ങനെയാ? അത് തുറക്കണ്ട, ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കബോർഡ് ഉണ്ട്, ഇതിന്റെ ഉള്ളിലും പാത്രം. ഞാൻ അതിന്റെ മുകളിൽ തുറന്നു കാണിച്ചു കൊടുത്ത മുകളിൽ എനിക്ക് എത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ തുറന്നു കാണിക്കാൻ പറഞ്ഞേ. പിന്നെ ഗ്യാസ് സ്റ്റവ്. അതെ, ഇവിടെ വേറെ സാധനം ഉണ്ട്. ഇത് എന്നിട്ട് പറയാ ഈ മറ്റേ ഇത് ഇൻഡക്ഷൻ സ്റ്റവ്. ഇത് മറ്റേ ഇവിടെ ഇങ്ങനെ വെച്ചാ മതി. പാത്രങ്ങൾ വെച്ചാ മതി. കറണ്ട് സ്വിച്ച് ഇടാ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാ എത്ര ഇത് വേണമെന്നുള്ളത്. ഇവിടെ സ്വിച്ച് ഇടാം. പിന്നെ ഇവിടെ മിക്സി ഉണ്ട്. ഈ മിക്സി ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം അബ്രുവിന് കഞ്ഞടിക്കാൻ വേണ്ടിട്ട് മിക്സി ഇവിടെ ഉദ്ഘാടനം എന്നാ നടത്തിയേ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അത് ഉപയോഗിപ്പിച്ചു നമ്മൾ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റൗവ്, പിന്നെ ഹോബ്, പിന്നെ ഇവിടെയും കബോർഡിന്റെ സ്റ്റോറേജിനുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട് കേട്ടോ. കൊറേ സാധനങ്ങൾ വെക്കാം ഈ കബോർഡിന്റെ ഉള്ളിൽ. ഒരുപാട് സാധനങ്ങൾ വെക്കാം. ചെറിയ അടുക്കള ചെറുതാന്ന്, പക്ഷെ കൊറേ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് കൊറേ സ്ഥലമില്ല. പിന്നെ വെള്ളമൊക്കെ നമുക്ക് ബോട്ടിലാണ്. നമുക്ക് അവിടെ കിണറ്റിന്ന് വരും, ഇവിടെ ബോട്ടിൽ വാട്ടർ വരും, നമ്മളത് എടുക്കുന്നു. പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അധികം ഇവിടെ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ഫ്രീസറിലും ഫ്രിഡ്ജ് ഓഫ് ആണോ? ഫ്രിഡ്ജ് ഓണാണ് കേട്ടാ. പിന്നെ പിന്നെ ഇതിന്റെ മുകളിലുണ്ട് കേട്ടാ കബോർഡ്. പിന്നെ ഇവിടെ ഒരു ഇത് ലൈറ്റ് അല്ലേ മോളിത്തെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടത്തെ ഓപ്പൺ കിച്ചൺ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഓപ്പൺ കിച്ചൺ. അപ്പൊ അവിടെ ഒരു ഹാളെങ്കിൽ ഇത് ശരിക്കും ഒരു ഹാള്. അത് കാണിച്ചു. ശരിക്കും അവിടെ ഇരുന്ന് അതാണ് നമ്മുടെ വിജയം. നമുക്ക് റൂമിലേക്ക് പോവാം. നമ്മൾ വന്നേ പിന്നെ റൂം എങ്ങനെ കിടക്കുന്നു? ഞങ്ങള് കിടന്ന റൂമാണിത്. അതിന്റെ ഒരു ഭംഗി ഈ റൂമിൽ കാണുന്നുണ്ട്. ബെഡ്, അബ്രുണ്ട് ടർക്കി. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. തലമുടി കെട്ടണമെങ്കിലും മേക്കപ്പ് ചെയ്യണമെങ്കിലും ഇതിൽ നോക്കാം. പിന്നെ ഇവിടെയും സമയം നോക്കണമെങ്കിൽ എത്ര മണിക്ക് എറ്റു എന്നുള്ളത് അറിയാം നമുക്ക്. വെളുപ്പിനൊക്കെ എത്തി നോക്കാനുള്ള നല്ല സമയം. പിന്നെ നമ്മളെ തണുപ്പിക്കാൻ ഒരു AC. പിന്നെ ജനലുണ്ട്. ഇവിടെയും ജനലുണ്ട്. AC പോ പറഞ്ഞില്ലേ തണുപ്പിക്കാൻ AC-ന്ന്. ഞാനത് പറയണ അതിന്റെ ഇടയിൽ കൂടെ പറയണില്ലേ. പിന്നെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരിക്കണ്ടാവില്ല. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്. എല്ലാം ഇതാണ് എന്താ പറയാ, നമ്മളെ ഇരിക്കുമ്പോ പോസിറ്റീവ് മൈൻഡാണ് എല്ലാതും. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതാണ് കബോർഡ്. ഇത് അടിപൊളി സംഭവമാണ്. എന്തോരോ ഡ്രസ് വേണമെങ്കിലും ഇതിൽ കുത്തിക്കയറ്റാം കേട്ടാ. പിന്നെ ഡ്രസ് തൂക്കിയിടാം, മടക്കി വെക്കാം കേട്ടാ. 2-3 സ്റ്റെപ്പ് ഉണ്ട്. കൊറേ ഡ്രസ് ഇതിൽ ഒതുങ്ങൂട്ടാ. ഇപ്പുറത്തും അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പുറത്തെ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഗ്ലാസ് സ്ലൈഡ് ആയി കാരണം വലിയ പ്രശ്നമില്ല. സ്ഥലം അധികം പോണില്ലേ തുറക്കുമ്പോ. ഇത് അടിപൊളി സംഭവട്ടാ. നിനക്ക് ഇഷ്ടപ്പെട്ടു? എന്താ അങ്ങനെ? പിന്നെ ഈ ബെഡ് മറ്റേ ഇതല്ലട്ടാ, മരല്ല, കട്ടില് സ്റ്റീലാണല്ലേ. ബെഡ്. പിന്നെ സ്പ്രിംഗ് അല്ല, കിടക്കാൻ ഒരു സുഖമുണ്ട്. എനിക്ക് സ്പ്രിംഗ് ബെഡ് ഇഷ്ടമല്ല. എനിക്ക് സ്പ്രിംഗ് ബെഡ് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിലും എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റ് അടിപൊളി. നമ്മുടെ ഫോണൊക്കെ തന്നെ അവിടെ ചാർജ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ റൂമുണ്ട്, ഇടയ്ക്ക് ഈ റൂം അടങ്ങും. അങ്ങനെ ഈ റൂം കഴിയും. റൂമിൽ സംഭവ വികാസങ്ങൾ ഇത്രയും ഞങ്ങൾ ഇത്രയും കാലം കൊലാക്കിയിട്ടുള്ള ഈ റൂമില് ഇത്ര നമ്മൾ എടുത്തപ്പോഴേക്കും നമ്മുടെ കൈയുടെ അവസ്ഥ
അവസ്ഥ കുറച്ച് ഭീകരമായി. ഒരാള് കാരണം ഒരാളെടുത്ത് ഒരാള് വേറെ എടുക്കണ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ഒരാളുടെ കയ്യിൽ ഒരാള് എന്റെ കയ്യിൽ എന്നിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. അതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താന്ന് ഒന്നുമില്ല, വയറൊക്കെ കാണാം. ഇവിടെയും സെയിം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വാൾപേപ്പർ ആണെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ പൊളിക്കാൻ പറ്റും, പൊളിച്ച് കാണിച്ചു കൊടുക്കണ്ട, പൊളിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും വിൻഡോ ഉണ്ട്. വിൻഡോ മറ്റേ സ്ലൈഡ് പോലത്തെ തന്നെയാണ്. ഇവിടെയുണ്ട്. അതുപോലെ ഇവിടത്തെ കട്ടില് മറ്റേ ഇതാണ് ഇരുമ്പിന്റെ. പിന്നെ ബെഡും സ്പ്രിങ് അല്ല, എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ കബോർഡും സെയിം തന്നെ, ഇങ്ങനെ തുറക്കാം. ഇതില് അവരുടെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും AC വെക്കാനാണോ? അല്ല, ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇത് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം. നമ്മള് അവിടെ ഗൾഫിലായിരിക്കുമ്പോ ഇങ്ങനത്തെ ഡ്രസ് ഇടാറ്. പിന്നെ ഇവിടെ ഡോറുണ്ട്. ഈ ഡോർ എങ്ങനെ ലോക്ക് ചെയ്യണത് നീ കാണിച്ചാ? ഞാൻ നോക്കട്ടെ. ഈ ഡോറാ ഇങ്ങനെയല്ലേ തുറന്ന് ലോക്കായി തുറന്നു. ഇങ്ങനെയല്ലേ ലോക്ക് ചെയ്യണേ? ഇങ്ങനെയല്ലേ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര ഉണ്ട്. പിന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട്. അത് കാണിക്കട്ടെ. ഇനി നമുക്കിതേ ഒരു ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ്ട നമ്മുടെ ബാത്റൂം. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ മിററുണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാരും ഉണ്ട്. പൈപ്പ് സംഭവങ്ങൾ എല്ലാരും, സോപ്പും പൊടി സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയയും ലൈറ്റും അതിന് കളിക്കാനും ഒക്കെ സുഖം. അതിനെ കുളിപ്പിച്ചു ഞാനൊന്ന്. അപ്പൊ അതിന്റെ ഇടയിൽക്കൂടെ അവന് എന്നിട്ടാണ് വെള്ളത്തിൽ കളിക്കാൻ അധികം ടൈം കൊടുത്തില്ല. അതിനാണ് ഈ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടൈമിൽ, ഒരു ടൈമിൽ അബ്രുവിന് കഞ്ഞി കൊടുക്കാൻ പോയി, ഒരു ടൈമിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ. നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓരോ ഫ്ലാറ്റുകൾക്കും ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏതോ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ അങ്ങനെയല്ല, അത് ഫ്ലാറ്റിന്റെ നമ്പർ വേണ്ട. ഇങ്ങനെ ഫ്ലാറ്റിന്റെ നമ്പർ ഓരോ ഫില്ലറുമ്പോ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോ നമ്പറിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാല്ലേ? അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ പാർക്ക് ചെയ്യാം? നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ ലിഫ്റ്റ് പിന്നെ എല്ലാ ഫ്ലാറ്റ്, നമ്മള് താമസിച്ച ഫ്ലാറ്റില് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ലേ? പക്ഷെ നമ്മുടെ 3 ഫ്ലോറുള്ള ഇത് 19 ഫ്ലോർ ഉണ്ട്. 19 ഫ്ലോർ ഉണ്ട്. അപ്പൊ സംഭവം സീനറി അടിപൊളി കേട്ടോ. നോക്കിയേ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ വ്യൂ. അത് അത്ര വലിയ വ്യൂ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. അതോ നോക്കിയേ, ഇത് വണ്ടി ഇരിക്കുന്ന ആരുടെ വണ്ടിയാണോ ദൈവത്തിന് അറിയാം. അതോ പെട്രോൾ അടിക്കാൻ അപ്പൊ നമ്മുടെ ഫ്ലാറ്റ്, നമ്മുടെ അല്ല അവരുടെ ഫ്ലാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഇതിന്റെ വേറെ പിന്നെ പ്രത്യേകിച്ച് കുറെ പൊട്ടത്തരങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തില് നല്ല രസമുണ്ടായിരുന്നു. 2 റൂം, ഒരു ബാത്റൂം, ഒരു ഓപ്പൺ അതായത് കിച്ചണും ഓപ്പൺ ആണ്. കിച്ചണും ഡൈനിങ്ങും വിസിറ്റിങ്ങും അങ്ങനെ മതി. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം അത്ര വലിയ ആഡംബരം മറ്റേ എന്താ പറയാ, അത്ര വലിയ ഇതൊന്നുമില്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇതാണ് അറേഞ്ച്ഡ് ആണ്. ചെറിയ ഫാമിലിക്ക് നല്ല ഇഷ്ടംപോലെ അടിച്ചു പൊളിച്ച് പിള്ളേർക്ക് കളിക്കാനും ഇത്ര സ്ഥലം ആവശ്യമുള്ളൂ. കാരണം പണിയെടുക്കാൻ വേണ്ടിയുള്ളവർക്ക് എന്നെ ഉദ്ദേശിച്ചു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ട് ഇത്ര ഉണ്ടോ? അമ്മിച്ചി ഇവിടെ ബാൽക്കണി ഉണ്ട്, പാടുണ്ട്. മൊത്തത്തില് അടിപൊളിയാട്ടോ. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഓപ്പൺ കിച്ചണാണ്. കാരണം ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ആ കൗണ്ടറിന്റെ മുകളിൽ ഇങ്ങനെ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, നല്ല രസമുണ്ട്. അതായത് ചൂട് കറി വരും,
ഇരുന്ന് കഴിക്കുക. ഓ അങ്ങനെ ഇത് നമ്മൾ പ്ലേറ്റിലാക്കി കൊടുന്ന് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഹോം ടൂർ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല, ഞങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അടുത്ത വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ പറ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കച്ചി പറഞ്ഞ ലൈക്ക് ഷെയർ ഒക്കെ ലൈക്ക് പറഞ്ഞ അപ്പൊ ഓക്കെ.